വിജയ് തമ്പി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. താങ്കളുടെ പ്രതികരണം. ഞാൻ പറയാം. 968 അതായത് AD 1793 കൊടുത്ത തിരുവടയാള പട്ടയപ്രകാരമാണ് ബാബർ കുടുംബത്തിന് ശബരിമലയിൽ അവകാശം ലഭിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. രാമസുന്ദര കൃഷ്ണൻ ഒന്നാമത്തെ രേഖയിലും പുലിക്കാട് കണ്ടൻ കേരളൻ രണ്ടാമത്തെ രേഖയിലും ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രേഖകളുടെ പകർപ്പ് നിങ്ങൾക്ക് കാണാം. വിദ്വാൻ കുരുമള്ളൂർ നാരായണപിള്ളയുടെ ശ്രീഭൂതനാഥ സർവസം എന്ന പുസ്തകത്തിലും പൂഞ്ഞാർ രാജവംശ അംഗവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുമായ ശ്രീ PR രാമവർമ്മരാജയുടെ ശബരിമല ശ്രീ അയ്യപ്പൻ ഗ്രന്ഥത്തിലും കാണാവുന്നതാണ്. ഈ ഗ്രന്ഥങ്ങളും ചരിത്രങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ തോന്നിയ വാസം പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു കാര്യമില്ല. ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇസ്ലാമിക വിശ്വാസ പ്രമാണവുമായി ഈ പറയുന്ന ബാബർക്കോ അതുപോലുള്ള അവരുടെ മറ്റു കാര്യങ്ങൾക്കോട്ടെ യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനു കൊണ്ടുവരുന്നു? ഇവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കാര്യമാണെന്ന് വിജയ് തമ്പി പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. വിജയ് തമ്പി ഒരു സിനിമ സംവിധായകനാണ്. ആ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ഒരു സഹനടനോ അല്ലെങ്കിൽ ആ സിനിമയിലെ ടെക്നിക്കലായിട്ട് വരുന്ന ഏതെങ്കിലും ഒരാളോ ആ ആളെ നിയന്ത്രിക്കാനും ആ ആളെ ഇന്ന കാര്യം ചെയ്യാവുള്ളെന്ന് കൽപ്പിക്കാനും കഴിവുള്ള ആളാണ് സംവിധായകൻ. ആ സംവിധായകനാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. ആ സംവിധായകൻ ഭരിക്കുമ്പോൾ ആ നാട്ടിലുള്ള ആ രാജ്യത്തുള്ള മുഴുവൻ പേരും, മുഴുവൻ സംവിധാനങ്ങളും, മുഴുവൻ ഡിപ്പാർട്ട്മെന്റും, സുപ്രീം കോടതിയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. വിഷയത്തിലേക്ക് വരാം പ്ലീസ്. അതൊക്കെ പലവട്ടം പല തലത്തിൽ ചർച്ച നടത്തുന്നതാണ്. നമുക്ക് ബാബുരസ്വാമിയിലേക്ക് മടങ്ങിയെത്താം. ഞാൻ പറയട്ടെ. വിജയ് തമ്പി ഒരു കാര്യം മടത്തോട് പറയുകയാണ്, ഈ പേശോട് പറയുകയാണ്. 800 വർഷം ഇന്ത്യ ഭരിച്ചതാണ് മുസ്ലിങ്ങളായ മുഗളന്മാർ. ആ മുഗളന്മാർ ഭാരതം ഭരിച്ചെന്ന് പറയരുത്. ഭാരതത്തിലെ ചില ഭാഗങ്ങൾ ഭരിച്ചു എന്ന് പറയൂ. ഭാരതം മൊത്തം ഭരിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാ? ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കണം. അയ്യോ, ഞാൻ പറഞ്ഞു അങ്ങ് പറഞ്ഞത് തിരുത്തുന്നല്ലേ ഉള്ളൂ. അങ്ങ് തെറ്റ് പറഞ്ഞപ്പോൾ തിരുത്തിയത് മാത്രമേ ഉള്ളൂ. ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾക്ക് നിങ്ങൾ പറഞ്ഞ തെറ്റാണെന്ന് പറയാമല്ലോ. അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഈ 800 വർഷം ഭരിച്ചവരാണ് ഇന്ത്യയിലെ നമ്മൾ ഇന്ന് കാണുന്ന സുന്ദരമായ മനോഹരമായ പല സൗധങ്ങളുടെയും സ്മാരകങ്ങളുടെയും പല പരിഷ്കാരങ്ങളുടെയും പല ഗുണങ്ങളുടെയും കാതല്. അത് മനസ്സിലാക്കുന്നില്ല. 6 പ്രാവശ്യം മാപ്പെഴുതി കൊടുത്തു, 16 പ്രാവശ്യം ഷൂ നക്കി കൊടുത്തു. എന്നിട്ട് പോലും ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് രാജ്യസ്നേഹം പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് അവർ ഈ മുസ്ലിങ്ങളെ ആകപ്പാടെ ഇന്ത്യക്കകത്തു നിന്ന് ഒഴിവാക്കുന്ന സംഭവമാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പൊ കാണുന്ന ഈ വേദപ്രശ്നം എന്ന് പറയുന്നത്. ദേവപ്രശ്നത്തെയൊക്കെ നമ്മളെല്ലാവരും മാനിക്കുന്നു. ഓരോ സമുദായത്തിന്റെയും ഓരോ ജാതിയുടെയും ഓരോ മതത്തിന്റെയും വിശ്വാസത്തെ ഞങ്ങള് ഒരിക്കലും എതിര് പറയില്ല. ബാബുരസ്വാമിയുടെ ക്ഷേത്രം അവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയാൽ മഹല്ല് കമ്മിറ്റി അത് അംഗീകരിക്കുമോ ഇല്ലയോ? ശ്രീ നൗഷാദ് ചെറിയൊരു ചോദ്യം. ശ്രീ നൗഷാദ്, അങ്ങ് ഇവിടുത്തെ മതേതര സങ്കല്പങ്ങളെ മുഴുവൻ ബഹുമാനിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഇത് ഈ ദേവപ്രശ്നം വളരെ കൃത്യമായി ഹൈന്ദവ മതത്തിൽ അധിഷ്ഠിതമാണ്. അങ്ങനെ ഹൈന്ദവ മതത്തെ അങ്ങ് ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ വേദപ്രശ്നം മുൻനിർത്തി ബാബുരസ്വാമിക്ക് അവിടെ ക്ഷേത്രം പുനഃപ്രതിഷ്ഠിച്ചാൽ, അദ്ദേഹത്തെ അവിടെ പുനഃപ്രതിഷ്ഠിച്ച് അവിടെ ഒരു ക്ഷേത്രം പണിതാൽ മഹല്ല് കമ്മിറ്റിക്ക് അക്കാര്യം അംഗീകരിക്കാൻ കഴിയുമോ? ഞാൻ പറയാം. അതായത് നാളെ ബാബുരസ്വാമിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി ഒരു തലയെ കെട്ടി അല്ലെങ്കിൽ ഒരു പാമ്പിലോ അല്ലെന്തെങ്കിലും ഒരു സാധനത്തെ ചുറ്റി ചന്ദനക്കുറി വിട്ട് അവിടെ വെച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം ലോകത്തെ മുസ്ലിങ്ങൾക്ക് അത് പ്രതിഷേധമില്ല. കാരണം മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ല ബാബുരസ്വാമി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായി പിന്നെയും പറയുന്നത്? ബാബുരസ്വാമി എന്ന് പറയുന്നത് ഇസ്ലാമുമായി ഇസ്ലാമിക വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? ശ്രീ MS നൗഷാദ്, അങ്ങ് അവിടെ ശബരിമലയിൽ പോകുന്ന ഭക്തരെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം ഇക്കാര്യത്തിൽ കൈക്കൊള്ളുന്നു എന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരും. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എഴുതി വെച്ചത് ഇസ്ലാമികമല്ലേ? യാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് ഇസ്ലാമികമല്ലേ? ഞാൻ വിജയ് തമ്പി പറഞ്ഞ അതിനോട് ഞാൻ മറുപടി പറയാം. ഈ എരുമേലിയാണെങ്കിലും ലോകത്തിന്റെ ഏത് പള്ളികളിലാണെങ്കിലും ആ പള്ളികളിൽ ഒരു
പിന്നെ അമുസ്ലിമായ ഒരാൾ കടന്നു വന്നാൽ ഇവിടെ കയറരുത് എന്ന് പറയാൻ ആരും തയ്യാറാകത്തില്ല. ഈ എരുമേലിയിലെ പള്ളിയില് ഈ അയ്യപ്പ ഭക്തന്മാര് കടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്നുകൊണ്ട് കമ്മിറ്റിയുടെ പള്ളിയുടെ ഭാരവാഹികളോ അല്ലെങ്കിൽ ആ നാട്ടുകാരോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളോ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് കേട്ടുന്നതല്ല. അവര് കാലങ്ങളായി ശ്രീ വിജി തമ്പി സൂചിപ്പിച്ചതുപോലെ അതിനൊരു സാമ്പത്തിക വശമുണ്ട്. മണ്ഡലകാലത്ത് വാവര് പള്ളി എന്നറിയപ്പെടുന്ന ആ പള്ളി പിന്നീടുള്ള എല്ലാ സമയത്തും അറിയപ്പെടുന്നത് നൈനാർ പള്ളി എന്നാണ്. അവിടെ ചന്ദനക്കുട മഹോത്സവത്തിന് ബ്രോഷർ തയ്യാറാക്കുമ്പോൾ വാർത്തകൾ കൊടുക്കുമ്പോൾ പറയുന്നത് നൈനാർ പള്ളി എന്നതാണ്. സമ്മതിക്കത്തില്ല. ജനൻ ടി വി വന്ന് ചർച്ചയ്ക്ക് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനം ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് പറയുന്ന അസത്യങ്ങളെ മുഴുവൻ ശരിവെക്കലല്ല ഇവിടെ വന്നിരിക്കുന്ന പാനലിസ്റ്റുകളുടെ ചുമതല. ഞാൻ അങ്ങിലേക്ക് വരാം.